നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ട് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡാറ്റ സ്റ്റോറേജ് ആപ്ലിക്കേഷൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബാക്കപ്പ് ആപ്ലിക്കേഷൻസ് എക്സെട്ര. ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വരുന്നത് നോക്കാം. നമ്മളിന്ന് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ വളരെ പോപ്പുലറാണ്. നമ്മളിപ്പോൾ എന്ത് കാര്യം എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ തരികയാണെങ്കിലും നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ക്രോമിലാണ് സെർച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് എന്തും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഓഫേഴ്സ് വേരിയസ് ഓൺലൈൻ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഓൺലൈൻ ത്രൂ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്റ്റുഡൻസിന് ഇൻഫോർമേഷൻ പോർട്ടൽസും ഒരുപാട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ബുക്ക് വെച്ചിട്ടാണ് സെർച്ച് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആർക്കും ബുക്ക് നോക്കാൻ ഒഴിവില്ല. ഈവൻ ഡിക്ഷണറി പോലും ആർക്കും നോക്കാൻ ഒഴിവില്ല. നേരെ ക്രോമിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത്രയും ഈസി ആക്സസ് ആണ്. അത്രയും നമുക്ക് അതിൻ്റെ ഒരു ഗ്രേറ്റർ റീച്ച് ഇന്നത്തെ കാലത്ത് എത്തിയിട്ടുണ്ട്. The advantage of using cloud in the field of education is that offers strong virtual classroom environments. എന്തൊക്കെയാണ് നമുക്ക് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഓഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ വിർച്വൽ ക്ലാസ് റൂംസ് തന്നെയാണ്. പിന്നെ ഈസ് ഓഫ് ആക്സസിബിലിറ്റി. നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആരും ഒഴിച്ചുകൂടാത്തൊരു കാര്യമാണ്. അതായത് എത്ര എമൗണ്ട് ആണെങ്കിലും എല്ലാവരും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റാണ്, അല്ലെങ്കിൽ ഈസിയാണ്. പിന്നെ സെക്യൂർ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ്, പിന്നെ സ്കെയിലബിലിറ്റി, പിന്നെ ഗ്രേറ്റർ റീച്ച് ഫോർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തന്നെയാണ്. ആൻഡ് മിനിമൽ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് ഫോർ ദ ആപ്ലിക്കേഷൻസ്. ഏത് ആപ്ലിക്കേഷൻ ആയാലും ശരി അതിന് മിനിമലായിട്ടുള്ള ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് മാത്രമേ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളൂ. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഇന്ന് ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് റിക്വയർമെൻറ്റ്സും കുറഞ്ഞ് വരികയാണ്. എന്നാൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് നമുക്ക് കൂടി വരികയാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗൂഗിൾ ആപ്സ് ആണ്. ഒരുപാട് ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഇന്ന് നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഇമെയിൽ ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ കഴിയും. പിന്നെ കലണ്ടർ, ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ കൊലാബറേറ്റീവ് സ്റ്റഡിയൊക്കെ നമുക്ക് ഈ ഗൂഗിൾ ആപ്സ് യൂസ് ചെയ്തുകൊണ്ട് പോസിബിളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ആപ്ലിക്കേഷൻ ത്രൂ എല്ലാവർക്കും എഡ്യൂക്കേഷൻ അതിൻ്റെ ഗ്രേറ്റർ റീച്ചിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ക്രോം ബുക്സ് ഫോർ എഡ്യൂക്കേഷൻ. ക്രോം ബുക്സ് എന്ന് പറയുന്നത് ഗൂഗിൾ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഇന്നോവേഷൻസൊക്കെ എൻഹാൻസ് ചെയ്യാൻ കഴിയും. സ്റ്റുഡൻസിന് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? ഇൻഫർമേഷൻസിലേക്ക് അവർക്ക് ഏത് ഡാറ്റയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് വൈഡായിട്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്ന രീതിയിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ടാബ്ലറ്റ്സ് വിത്ത് ഗൂഗിൾ പ്ലേ ഫോർ എഡ്യൂക്കേഷൻ. അതായത് ഗൂഗിൾ ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ഇന്ന് പോസിബിളാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേസുകൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് കൂടുതൽ അവൈലബിലിറ്റി എത്തിക്കാനും ക്ലാസ് റൂം കൂടുതൽ ടെക്കാക്കി മാറ്റാം, അതായത് ടെക്നോളജി സൊല്യൂഷൻസ് ക്ലാസ് റൂമിലേക്ക് കൂടുതൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടാബ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. എഡ്യൂക്കേറ്റേഴ്സിന് ഏറ്റവും ക്വിക്കായിട്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. പിന്നെ വരുന്ന നെക്സ്റ്റ് എന്താണ്? AWS ഇൻ എഡ്യൂക്കേഷൻ. ഈ AWS എന്ന് പറയുന്നത് ഏറ്റവും എഡ്യൂക്കേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റാണ്. യൂണിവേഴ്സിറ്റിക്ക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ കോളേജിന് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്കൂളിനായിക്കോട്ടെ, ഏത് ഫീൽഡ്, ഏത് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് AWSൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് IT ഇൻഫ്രാസ്ട്രക്ചർ ആക്സസ് ചെയ്യാനും അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആക്സസ് ചെയ്യാനൊക്കെ ഇന്ന് AWS ത്രൂ പോസിബിളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വരുന്ന എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസ്. ഇനിയും ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല, ബിക്കോസ് അത്രയും ഇന്നത്തെ കാലത്ത് അത് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ആയാലും ശരി, ആർട്ടിൻ്റെ ആയാലും ഒക്കെ ശരി, നമ്മൾ പ്രത്യേകം പറയുമ്പോഴും എഡ്യൂക്കേഷൻ്റെ കേസ് വരുമ്പോൾ നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ നമുക്കത്
ഓ ഇതതായിരുന്നോ എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് വരാനുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? ഏറ്റവും പോപ്പുലറാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്. എഡ്യൂക്കേഷൻ ഫീൽഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് സ്റ്റുഡൻസിന് ഇൻഫോർമേഷൻസ് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ മിനിമൽ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് ബേസിൽ ഏറ്റവും സെക്യൂറായിട്ട് ഡാറ്റ കിട്ടിക്കൊണ്ടിരിക്കാനും ആക്സസ് ചെയ്യാനും അവർക്ക് യൂസ് ചെയ്യാനുമാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിങ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൊണ്ടുവരുന്നത്. ഒന്ന് ഗൂഗിൾ ആപ്സ് ഇന്നത്തെ കാലത്ത് അത്രയും അവൈലബിൾ ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ഫീൽഡ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ക്രോം ബുക്സ് ആണ്. അതൊരു ഇൻഫർമേഷൻ്റെ ഒരു നിലവറ തന്നെയാണ്. പിന്നെ വരുന്നത് ടാബ്ലറ്റ്സ് ആണ്. സ്റ്റുഡൻസിന് എഡ്യൂക്കേറ്റേഴ്സിന് ക്വിക്കായിട്ട് ക്ലാസ് റൂമിൽ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇത്തരം ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ AWS ആണ്. ഇതും ഒരുപാട് പോപ്പുലറായിട്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.